ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തനമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ദേവയാനി വീണ്ടും പോളിയൊക്കെ ഉണ്ടാക്കുകയാണ്, മാവ് കുഴച്ച് വെക്കുകയാണ്. നയനയും ആദർശവും കഴിക്കുന്ന ആ ഒരു സുഖം വേറെ ആര് താൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചാലും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ മക്കൾ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതേ സമയം നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും അഭിയും ഒക്കെ കക്കൂസ് നീളെ ഇങ്ങനെ നടക്കുക. എൻ്റെ പൊന്നോ, 2-3 തവണ കൂടി വാഷ്റൂമിൽ പോകേണ്ടി വരും, ഇല്ലാതെ വീട് പിടിക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണു രേവതിക്കരികിൽ വന്നിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അനാമിക അമ്മ പറ്റില്ല അമ്മ, വയ്യമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ അരികിലേക്ക് വന്നു. എനിക്ക് തീരെ വയ്യാമ്മേ. ഇത് മനഃപൂർവ്വം ആരോ പണി തന്നതാണ് നമുക്കിട്ട്. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ, ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അന്നിവിടെ വന്നതിന് ശേഷം ഇനി വരണ്ടാന്ന് തീരുമാനിച്ചതാണ്. കുറേ നാൾ വരാതിരുന്നതും അല്ലേ, എന്നിട്ടും വന്നതിൻ്റെ പ്രതികാരം ആരോ തീർത്തതാ. എൻ്റെ സംശയം മൊത്തം ആ നവ്യ അവളുടെ ഭർത്താവല്ലേ, അവനോട് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഈ രേവതി ചോദിക്കുകയാണ്. എൻ്റെ പൊന്നമ്മേ, വിഷം കൊടുത്ത് സ്വന്തം ഭർത്താവിനെ അവൾ കൊല്ലാതിരുന്നാൽ കൊള്ളാം. അവൾക്ക് അയാളോട് ഒരു സ്നേഹവും ഇല്ല. അപ്പോൾ വേണു പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഇവിടുത്തെ താമസം വളരെ ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ പോയാൽ എൻ്റെ പൊന്നച്ച പുറത്തുനിന്ന് ഇവിടെ നിന്ന് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടി അവൻ സമ്മതിക്കത്തുമില്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയി കഴിക്കണം. ഇവിടെ ഒരു കിഴവനും കളവിയും ഉണ്ട്, അപ്പം തുടങ്ങും പുരാണം അങ്ങോട്ട് എന്നൊക്കെ അനാമിക ദേഷ്യത്തോട് പറയുകയാണ്. മോളെ, നിനക്ക് ഒരു തരത്തിലും അനിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് ഇത്രയും ദിവസമായിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങുന്നത്. എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരും, അത് ഉറപ്പാണ്. എനിക്ക് വേണ്ട അവൻ എനിക്കൊരു ഭർത്താവൊന്നും അല്ല, ഞാൻ അവനങ്ങനെ കാണുന്നുമില്ല. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ നന്ദുവിനെ കല്യാണം അവൻ കഴിക്കരുത്, അതെനിക്ക് ആഗ്രഹമുണ്ട്. അതെൻ്റെ ഒരു വാശിയാണ്. അവൻ ആരെ കല്യാണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അവളുടെ 2 ചേച്ചിമാർക്കൊപ്പം അവൾ വീട്ടിലോട്ട് വരാൻ പാടില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, മോളെ, എല്ലാം പെട്ടെന്ന് കളഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് നീ ഓടി വരാൻ നിൽക്കരുത്. എങ്ങനെ പോകാതിരിക്കും? അങ്ങനെയുള്ള പണികളല്ലേ ഇവിടെ ഓരോരുത്തർ ചെയ്യുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വേണു. അയ്യോ, പെട്ടെന്ന് ഇറങ്ങണേ, എനിക്കും വയ്യേ എന്നും പറഞ്ഞ് അനാമികയുടെ അമ്മ. അനാമിക അതിലും വയ്യാണ്ടിങ്ങനെ നിൽക്കുന്നു. ഓരോ തവണ അഭി ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങുമ്പോഴും നവ്യയുടെ മുഖത്ത് പുഞ്ചിരിയും ചിരിയൊക്കെയാണ്. എന്താടി നിൻ്റെ മുഖത്തൊരു സന്തോഷം? അതിന് ഇവിടെ സങ്കടപ്പെടാനൊന്നും ഉണ്ടായില്ലല്ലോ. എടി, അമ്മായി ഉണ്ടാക്കിയ പലഹാരം കഴിച്ചതിന് ശേഷം വയറുവേദനയാണോ ശ്വാസം മുട്ടലാണോ എന്താണെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതെ, കഴിക്കുമ്പം ഒരു മയത്തിലൊക്കെ കഴിക്കണം, വാരി വലിച്ച് തിന്നരുത്. അപ്പോഴേക്കും അനാമിക വന്നു. അഭിയേട്ടന് പലഹാരം കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരാതിരിക്കാനായിട്ട് ചിലർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തോ ചേർക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനാമിക നവ്യ ഇങ്ങനെ നോക്കുക. ആരാടി ചിലർ എന്ന് നവ്യ അന്നേരം ചോദിച്ചു. അതെ, നീ ആരെങ്കിലും വിഷം കലർന്നിട്ടുണ്ട് എങ്കിൽ, ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ട് ഒരു വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോടി, വേണോടി എന്നൊക്കെ നവ്യ ചോദിച്ചപ്പോൾ അനാമിക അടങ്ങി. ഞാനൊന്നും പറയുന്നില്ല എന്ന് കരുതി തലേ കയറി നിരങ്ങാനായിട്ട് വന്നേക്കരുത്. നീ എന്തിനാണ് ഞങ്ങളുടെ റൂമിലേക്ക് വന്നത്? ഞാൻ അഭിയേട്ടന് കുഴപ്പമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. കുഴപ്പമുണ്ടെങ്കിൽ അവൻ സഹിച്ചോളും, നീ നിൻ്റെ പാട് നോക്കി പോയേ. അപ്പോൾ അനാമിക പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരുന്ന ആർക്കും ഇഷ്ടമല്ല. അതെ, ആർക്കും ഇഷ്ടമല്ല. നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊല്ലാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ജീവികൾ ഈ വീട്ടിലേക്ക് കയറാതിരിക്കുന്നത് നല്ലത്. പാമ്പ് വീട്ടിലേക്ക് വന്നാൽ ആരായാലും തല്ലി ഒടിക്കില്ലേ? കേട്ടോ അഭിയേട്ടാ, നോവിച്ച് വിടുവെന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം? അർത്ഥം എന്തായാലും നിന്റെ മുന്നിൽ ചൂടേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നീയും നിൻ്റെ അമ്മയും അച്ഛനും, പിന്നെ ഇവൻ്റെ അമ്മയും, പിന്നെ നിൻ്റെ അമ്മായിയമ്മയും, അവരൊക്കെ ഇതുപോലുള്ള തരം താണ പണികളൊക്കെ കാണിക്കത്തുള്ളൂ. അല്ല, നിൻ്റെ അമ്മായിയമ്മ ഇവൻ്റെ അമ്മായിയമ്മ എങ്ങോട്ടാണ് പോയത്?
സോറി, ഇവൻ്റെ അമ്മ എങ്ങോട്ടാ പോയത്, ജലജ എങ്ങോട്ടാ പോയേ? പിന്നെ അതുപോലെ തന്നെ നിൻ്റെ അമ്മയും കാണാനില്ലല്ലോ. അവരൊക്കെ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടായിരിക്കും പോയത്. ചിലപ്പം നയനയ്ക്കും ആദർശേട്ടനും കൊടുക്കാനായിട്ടുണ്ടാക്കിയതായി ആ പലഹാരം. അതും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും വാരി വിതറിയിട്ടായിരിക്കും ചുറ്റാൻ പോയിരിക്കുന്നത് രണ്ടാളും. അതിനകത്ത് നീയും നിൻ്റെ അച്ഛനും അമ്മയും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കണക്കായിപ്പോയി. ഈ വട്ട് കേസിനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അനാമിക പറഞ്ഞപ്പം നമ്മുടെ നവ്യ അടിക്കാനായിട്ട് കൈ ഒങ്ങിട്ട് പറഞ്ഞു, വട്ട് കേസ് നിൻ്റെ അച്ഛനും അമ്മയും അവർ വളർത്തി വലുതാക്കി നിനക്കടി മുഴുവട്ട. ഓ, ഇനി ഇവിടെ നിന്നാൽ എൻ്റെ സമനില തെറ്റിപ്പോവും, എന്നാ പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ചീറിയപ്പോൾ അനാമിക പോവാ. ശരിക്കും നീയാണോട് ഈ ചതി ചെയ്തത് എന്ന് അഭിയോഗിച്ചപ്പം എന്നാണെന്ന് പറഞ്ഞല്ലോ. അവളും അവളുടെ അച്ഛനും അമ്മയും. നീ പൊക്കോ പോലീസ് സ്റ്റേഷനിലേക്ക്, അവരുടെ ഒപ്പം പൊക്കോ. എന്നിട്ട് പോലീസ് കേസ് കൊടുക്കുക, അവരന്വേഷിക്കട്ടെ. അപ്പോൾ അറിയാം ആരാണ് യഥാർത്ഥ പ്രതിന്ന്. ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ. അഭിയാണെങ്കിൽ അങ്ങനെ പോയി പറയാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ കയറാനായിട്ട് ഇവന് പറ്റുമോ? എന്തായാലും നമ്മുടെ ദേവയാനി ഉണ്ടാക്കിയ പലഹാരം, ഒറിജിനൽ പലഹാരം, വിഷം കലരാത്ത പലഹാരമൊക്കെ കഴിച്ചുകൊണ്ട് നയനെ ഇരിക്കുക കേട്ടോ. ദേവയാനിയാണെങ്കിൽ നയനെ കഴിക്കുന്നത് നോക്കി ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക. നയനെ ഇടയ്ക്ക് നോക്കുമ്പോൾ ദേവയാനി മുഖം കറുപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞാൻ പലഹാരം ഉണ്ടാക്കി വെച്ചതായിരുന്നു. അതിനിടയിൽ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വന്നത്. ആദ്യം ഉണ്ടാക്കിയതൊക്കെ അവർക്ക് കൊടുത്തു, ഇത് പിന്നെ ഉണ്ടാക്കിയതാ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നയന പറഞ്ഞു, ഞങ്ങൾ വന്നിട്ട് ചായ ഇട്ട് കുടിക്കൂലായിരുന്നോ? അതൊന്നും വേണ്ട, നീ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ, നിന്നെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോഴാണ് ജലജ കയറി വരുന്നത്. ഇവർ ബോളി ഇരുന്ന് തിരുന്ന കണ്ട് മറ്റേ ഏത്തക്കാപ്പോയി ഇരുന്ന് കഴിക്കുന്നത് കണ്ടിട്ട് ജലജ കഴിക്കട്ടെ രണ്ടും ഇവിടെ നിന്ന് ഓടുന്നത് കാണാം. ആ സമയത്താണ് ജലജ വന്ന് നിൽക്കുന്നത്. ദേവയാനി കാണുന്നത്. നീ എങ്ങോട്ട് പോയതാ ജലജ? ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാനായിട്ട് പോയതാ. എന്നാ അപ്പച്ചി വാ, അതാ ഇത് കഴിക്ക്. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏട്ടത്തി പ്രത്യേകം പലഹാരം ഉണ്ടാക്കിയതാ എന്ന് വെച്ച് നിനക്കും കഴിക്കത്തില്ലേ? കൊതിയോടെ കഴിച്ച ശേഷം അമ്മയമ്മയും മരുമോളും തമ്മിൽ തെറ്റുന്നതേ എനിക്കൊന്ന് കാണണം എന്ന് ജലജ മനസ്സിൽ ഓർത്തുകൊണ്ടങ്ങ് പോവുക. നയനയാണെങ്കിൽ അമ്മയെ പ്രശംസിക്കാനും മറന്നില്ല. നല്ലതായിട്ടുണ്ട് കേട്ടോ, ഓരോ ദിവസം ഓരോ ടേസ്റ്റാണ്. കൂടുതൽ പുകഴ്ത്തലൊന്നും വേണ്ട, കഴിച്ചിട്ടേ എഴുന്നേറ്റ് പോകാൻ നോക്ക്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ ഉള്ളത് പറയുന്നത് തെറ്റാണോ? നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണ്ടേ? അമ്മ എന്തായാലും പല പരീക്ഷണങ്ങളും ഈ പാചകത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാം നല്ല അടിപൊളിയാകുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്, അത് നിനക്ക് മാത്രം തരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇവൾക്കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ആദർശ് പറഞ്ഞു, എൻ്റെ അമ്മേ, ദൈവങ്ങളുടെ മുന്നിൽ ചെന്നാൽ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ അമ്മയ്ക്ക് ഇവളോടുള്ള ദേഷ്യം മാറണേന്ന്. നീ പ്രാർത്ഥിച്ചാണ് എൻ്റെ മനസ്സിൽ വന്ന മാറ്റമാണല്ലോ ഇവളെ നിൻ്റെ കൂടെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്. എന്തായാലും നയന ഇടയ്ക്ക് നോക്കുമ്പോഴേക്കും ദേവയാനി സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ നയന നോക്കണ സമയത്ത് പെട്ടെന്ന് മുഖം മാറ്റുകയാണ്. ഇതൊക്കെ നയന ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അഭി വയറും പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എടാ മോനെ, എടാ പണി കിട്ടിയടാ, രക്ഷപ്പെട്ടടാ. താഴെ ഇരുന്ന് ഒരുത്തിയും പലഹാരം കഴിക്കുന്നുണ്ട്. നിൻ്റെ അമ്മായി ഉണ്ടാക്കിയ പലഹാരം കുറച്ച് കഴിയുമ്പോൾ 2 കൂടി ഇതിലേ കിടന്ന് ഓടുന്നത് കാണാം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എടാ മണ്ട, ഞാൻ ആ പലഹാരത്തിൽ വയറ് കേടാക്കാനുള്ള പൊടി ചേർത്തായിരുന്നു. പെട്ടെന്ന് നമ്മുടെ അഭിവൈദ്യത്ത് കൈവച്ച. അയ്യോ, അപ്പം അമ്മയാ അത് ചെയ്തത്? എന്താടാ എന്താ പറ്റിയേ? ആ പലഹാരം കഴിച്ചത് ഞാനും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടിയാ. ഇപ്പം ഞങ്ങളാ കിടന്നോടുന്നത്. നീ എന്താടാ ഈ പറയുന്നത്? അമ്മ ഈ പലഹാരം ഉണ്ടാക്കി വെച്ച സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് പലഹാരം കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാനും എടുത്ത് കഴിച്ചു. എൻ്റെ ഭഗവാനെ, അപ്പം താഴെ ഇരുന്ന് ആദർശം നയനയും കഴിക്കുന്നതോ അത് അതിന് ശേഷം ഉണ്ടാക്കിയ പലഹാരമായിരിക്കും. ഈശ്വര, അവർക്കൊന്നും പറ്റുമോ ഇല്ല, എല്ലാവർക്കും പറ്റുകയും ചെയ്തു. ഈശ്വര, ഞാൻ പുറത്തേക്ക് പോയത് അവളും അവനും കൂടെ ഓടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാലും അമ്മ എന്നോടൊന്ന് പറയണ്ടേ? നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രവൃത്തി ഞാൻ തന്നെ അറിഞ്ഞാൽ മതിയെന്ന് കരുതിയത്. എന്നിട്ട് ഇപ്പം പലഹാരം പോയിരുന്ന് കഴിച്ചിരിക്കുന്നു. അമ്മ ഇത്ര നേരം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. അനാമികയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. എന്നിട്ട് അവർ പോയോ?
എങ്ങനെ പോകാനാ? വയറ് ക്ലീൻ ആവാതെ അവർക്ക് പോകാൻ പറ്റുമോ? നയനയ്ക്ക് ദൈവത്തിൻ്റെ പിന്തുണയുണ്ട്, അതുകൊണ്ട് അവൾ എല്ലാത്തിനും രക്ഷപ്പെടുന്നത്. നമ്മൾ അവൾക്കിടെ നേർക്ക് തൊടുത്തു വിടുന്ന അമ്പൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരിക. എൻ്റെ പൊന്നമ്മ ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും കാണിക്കല്ലേ. അഭി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജലജ നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെ അനാമികയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ഓ എൻ്റെ പൊന്നെ, ഞങ്ങളിനി ഇങ്ങോട്ട് വരികയില്ല, ഇവിടെ നിന്നൊന്നും കഴിക്കില്ല, എന്ത് കഴിച്ചാലും വയറ് കേടാ. മനഃപൂർവ്വം ആരോ പണി തരുന്നത് തന്നെയാണ്. ഇപ്പോൾ വല്യമ്മ എന്തായാലും പലഹാരത്തിൽ വേണ്ടാത്തൊന്നും ചേർക്കത്തില്ല, മറ്റാരോ കരുതി കൂട്ടി ചെയ്തതാ. അതെ, ഏട്ടത്തി ആദർശിനും നയനിക്കുമാണ് പലഹാരം ഉണ്ടാക്കി വെച്ചത്, അതെടുത്ത് നിങ്ങൾക്ക് തരുന്നറിഞ്ഞാൽ എൻ്റെ മരുമോളായിരിക്കും ഇങ്ങനെ ഒരു പണി തന്നത്. അപ്പോഴേക്ക് അനാമിക പറഞ്ഞു, അവൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. അന്നേ അവൾ കുടിക്കേണ്ട പാല് കുടിച്ചത് ഏട്ടത്തിയല്ലേ, അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ അവളിവിടെ ഉണ്ടാവില്ലായിരുന്നു. അല്ല ഏട്ടത്തി ഇതൊന്നും അറിഞ്ഞില്ലേ? എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾ ഇതിന് ശേഷം ദേവയാനി ചേച്ചി കണ്ടിട്ടേ ഇല്ല. ഈ വീട്ടിലേക്ക് ഞങ്ങൾ വരാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് വ്യക്തമായി കഴിഞ്ഞു. അല്ല അഭിയേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? അവനും അവശതയില, നല്ല അവശതയിൽ. ഞാൻ വരുമ്പോൾ ആദർശും നയനയും പലഹാരം കഴിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ജലജേ എന്ന് വേണു ഇങ്ങനെ. ജലജയ്ക്കാണെങ്കിൽ എല്ലാം അറിയാലോ. എന്തായാലും എഴുന്നേക്ക്, പോകാം. അപ്പോൾ അച്ഛന് പോകാൻ പറ്റുമോ, അവിടെ വരെ എത്തുമോ എന്ന് അനാമിക ചോദിച്ചപ്പോൾ അതറിയാൻ പാടില്ല. പോകുന്ന വഴിക്ക് ഓരോരുത്തരുടെ വീടും അറിയുന്ന പരിചയക്കാരുടെയൊക്കെ വീടും അതുപോലെ പെട്രോൾ പമ്പും ഒക്കെ ഉണ്ടല്ലോ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും കയറാം, എന്നാൽ ജലജയെ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. ഇവർ താഴേക്ക് ചെന്നപ്പോഴേക്കും ആദർശും നയനയും പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ആ പലഹാരമല്ല ഇവരും കഴിക്കുന്നത്, ഇനി ഇവരും കിടന്നോടുവോ? എന്തായാലും വേണു ഇവർക്കരികിലേക്ക് ചെല്ലാം. വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദർശേ? ഇല്ല, ഒരു കുഴപ്പമില്ല. അയ്യോ ഒന്നും പറയണ്ട ആദർശേ, ചായയും പലഹാരവും കഴിച്ചിട്ട് ഞങ്ങളിവിടെ കിടന്ന് ഓട്ടമായിരുന്നു. ദേവയാനി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ദേവയാനി ഞങ്ങളെ ഓട്ടിക്കില്ലെന്നറിയാം, ഇവിടെ വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരോ ഇതിനിടയ്ക്ക് എന്തോ പണിതിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷമല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നാൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് ദേവയാനി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ എന്തോ കലർത്തി. ആര് കലർത്തി? ആരെങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ദേവയാനി ചോദിക്കുക. അതിനിവിടെ ആളുണ്ടല്ലോ, നയനയുടെ ചേച്ചിക്ക് നല്ല മിടുക്കാണല്ലോ, ഇവരുടെ ചേച്ചി കലർത്തിയതായിരിക്കും. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേര് പറയുന്നില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതി ഞാനും ആയേനെ. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, അതിന് ഞാൻ അടുക്കളയിലുണ്ടായിരുന്ന സമയത്ത് വേറെ ആരും അടുക്കളയിലേക്ക് വന്നിട്ടില്ല. അല്ല ആദർശിന് കുഴപ്പമൊന്നുമില്ലേ എന്ന് അനാമികയുടെ അച്ഛൻ ചോദിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, വേണു രേവതിയൊക്കെ കഴിച്ച ശേഷം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ പലഹാരമാണ് ഇവർക്ക് കൊടുത്തത്. അപ്പം അങ്ങനെ വരട്ടെ, അതുകൊണ്ടാണ് ഇവർക്ക് കുഴപ്പമൊന്നുമില്ലാത്തത്. അപ്പം ആദ്യം ദേവയാനി ഉണ്ടാക്കിയ പലഹാരത്തിൽ ആരോ എന്തോ കലർത്തിയിരുന്നു. ഇനി എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ടില്ല, ഒരു തവണയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇത് എത്ര തവണയായെന്നറിയാവോ ഈ ശരീരം തളർന്ന് ഇവിടുന്ന് പോകേണ്ട അവസ്ഥ. ചില ചേരുവകളൊന്നും ചിലർക്ക് പിടിക്കത്തില്ല. നമ്മൾ ചില ഹോട്ടലിൽ ചെന്ന് കഴിക്കുമ്പോൾ നമ്മുടെ പണി മുടക്കാറുണ്ടല്ലോ. അങ്ങനെ ഇവിടെ ഒരു ന്യായം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോക്കും ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവേണ്ടതല്ലേ. ഞങ്ങൾ വരുമ്പോൾ മാത്രമേ മോൾക്ക് ഇവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത് തന്നെ. അതിനുശേഷം ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. പോട്ടെ ചേച്ചി, ഞങ്ങൾ വിഷയമാക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വീട്ടിലെ ചേച്ചി അല്ലാതെ ആരടുക്കളയിൽ കയറിയാലും ശ്രദ്ധിക്കണം. ഒരിക്കലും നല്ല മനസ്സോടെ ആയിരിക്കില്ല അടുക്കളയിൽ കയറുന്നത്. ദേവയാനി പാല് മാറി കുടിച്ചതിൻ്റെ ഫലം ഓർമ്മയുണ്ടോ? അപ്പോഴേക്കും നയന പറഞ്ഞു, അന്ന് പാലിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനല്ല. അങ്ങനെ ഒരു പാപം ചെയ്തവർ നമുക്കിടയിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ അനാമിക പരുങ്ങാട്ടോ. അവർ കഥ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുകയാണല്ലോ. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, നീ എന്തോ അറിഞ്ഞ മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ലാമേ, പക്ഷേ ആ സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവർ ഇവിടെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതും പറഞ്ഞ് നയനെ അങ്ങ് പോവാണ്. അതെ, അവളാ തെറ്റുകാരിയെന്ന് അവൾക്കറിയാം, അത് മറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ, സ്വന്തം തെറ്റ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരാളല്ല നയന. അല്ലെങ്കിൽ മോൻ അവളെ ന്യായീകരിക്കുകയോ ഉള്ളൂ. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞങ്ങൾ പോവാം. എന്നാൽ ശരി ചേച്ചി, പോയിട്ട് വരാം. പോയിട്ട് വരണോ വേണ്ടതെന്ന് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അനാമികയും വിളിച്ചുകൊണ്ട് പോവാം. എൻ്റെ മരുമകളുടെ വയറ് കേടാക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാ, അത് തിരിഞ്ഞു കൊത്തിയതാ.
എന്ന് ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്. അപ്പോഴേക്ക് ആദർശനോട് ദേവയാനി എന്നിട്ട് ചോദിച്ചു, അവർ നമ്മുടെ ഗസ്റ്റ് അല്ലേ, അവരോട് കുറച്ച് മാന്യമായിട്ട് സംസാരിച്ചൂടെ, അവരോട് ഇത്രയൊക്കെ മാന്യത മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ദേവയാനി ചിരിക്കുക. നയന മാറി നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ദേവയാനിയുടെ മുഖത്തെ ചിരിയൊക്കെ. നയനെ എന്തായാലും പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ചാനലാണ്, നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ, എന്നിട്ട് കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.